എന്തിനാ ഇങ്ങനെ വലിച്ചോണ്ട് വരുന്ന ആന്റി? ഇന്നാ മേഘനയുടെ കൊമ്പ് മുറിച്ച് മണ്ണ് കപ്പിക്കില്ലായിരുന്നോ? മഞ്ജരി, നിനക്ക് വല്ല ബുദ്ധിയുണ്ടോ? ആന്റി എല്ലാം കാണുന്നുണ്ടായിരുന്നില്ലേ? 2 ദിവസം കഴിഞ്ഞാ തീരാനിരിക്കുന്ന ബന്ധം. എന്റെ ഭർത്താവ്, ഞങ്ങളുടെ ബന്ധം എന്ന് എന്തൊക്കെയാ അവള് വിളിച്ചു പറയുന്നേ? ഈ ആവേശം ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞത്. ആരും അറിയാതെ നീ അവളോടുള്ള ദേഷ്യം മുഴുവനെ തീർത്തോ? പറ്റുന്നിടത്തോളം അവക്കിട്ട് പണി കൊടുത്തോ? പക്ഷെ അത് മിഥുനെ ദേഷ്യം പിടിപ്പിക്കും വിധത്തിലാവരുത്. അവനെ ദേഷ്യപ്പെടുത്തും വിധത്തിൽ നീ പ്രവർത്തിക്കുമ്പോ മേഘനെ അവനിൽ നിന്നും അകറ്റാനുള്ള ശ്രമത്തിനിടയിൽ നീ അവനിൽ നിന്നും അതിന്റെ ഇരട്ടി ദൂരത്തേക്ക് അകന്നു പോവും. അങ്ങനൊരവസ്ഥ നിനക്കുണ്ടാവരുത്. നീ എപ്പോഴും മിഥുന്റെ മാർക്ക് നേടാൻ മാത്രമാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് അവന്റെ സഹനത്തെ പരീക്ഷിക്കും വിധത്തിൽ പ്രവർത്തിക്കരുത്. മനസ്സിലായല്ലോ? ഹലോ അരുണിമേ, ഞാൻ സ്വാമിജിയെ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ സ്വാമിജി. മിഥുന്റെ ജാതകത്തിൽ ചെറിയൊരു അപശ്രുതി കേൾക്കുന്നുണ്ടല്ലോ. അവന്റെ വിദേശയാത്രയ്ക്കിടയില് അവിചാരിതമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? സ്വാമിജി പറയുന്നത് വളരെ ശരിയാണ്. മിഥുൻ അവിടെ വെച്ച് വലിയൊരു അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൽ നിന്ന് ഒരു വിധത്തിൽ അവൻ രക്ഷപ്പെട്ടത്. മിഥുന്റെ ഭാര്യ അവനോടൊപ്പം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ അവളെ അവന്റെ കൂടെ പറഞ്ഞയച്ചു. അതുകൊണ്ടാ ആ അപകടം ഉണ്ടായത്. എന്റെ മരുമകളോട് മകന്റെ കൂടെ പോവരുതെന്ന് പറയാൻ കഴിയുന്നതും നോക്കിയതാ, പക്ഷെ നടന്നില്ല. അങ്ങനെ ഒടുവിൽ ദൈവം ഒരു വഴി കാണിച്ചു എന്ന പോലെ അവളുടെ യാത്ര ക്യാൻസൽ ആയതായിരുന്നു. പക്ഷെ എന്റെ മരുമോൾ ഒരു ആൾമാറാട്ടം നടത്തി മിഥുനോടൊപ്പം വിദേശത്തേക്ക് പോയി. അതെന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവിക്കരുതെന്ന് നമ്മൾ കരുതുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു അപകടത്തിൽ മിഥുൻ ചെന്ന് പെട്ടത്. അവസ്ഥകൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മിഥുനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ അപകടങ്ങളായിരിക്കും. ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ലേ സ്വാമിജി? അത് പറയാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇപ്പോ ഞാൻ വിളിച്ചത്. അതെന്താണെന്ന് പറയൂ. എന്തായാലും നമുക്കത് ചെയ്യാം. മിഥുനെ കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണം. എന്റെ മരുമോളുമായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാരമില്ല, മിഥുനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ കെട്ടിക്കുകയാണെങ്കിൽ ആ പെണ്ണുമായിട്ടുണ്ടാകുന്ന വിവാഹബന്ധത്തിലൂടെ നിന്റെ മരുമകളുടെ ജാതകദോഷത്തിന് ഒരു നിവാരണം കിട്ടും. അവര് കാരണമുണ്ടാകുന്ന ആപത്തുകളുടെ ശക്തി കുറഞ്ഞോളും. കഴിയുന്നതും പെട്ടെന്ന് നിന്റെ മകനെ കൊണ്ട് മറ്റൊരു പെൺകുട്ടിക്ക് താലി കെട്ടിക്കണം. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ ശരിയാക്കാന്ന് വെച്ചാ നടക്കുന്ന കാര്യമാണോ സ്വാമിജി? നിന്റെ മകന്റെ ജീവൻ നിനക്ക് വേണമെന്നുണ്ടോ? അയ്യോ വേണം, അതിനല്ലേ ഞാൻ പാടുപെടുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ശരി സ്വാമിജി. ആന്റി, കള്ളസ്വാമിജിയെ കൊണ്ട് അരങ്ങ് കുറിച്ച് ഈ പുതിയ നാടകം കുറിക്ക് തന്നെ കൊണ്ടെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ആന്റി മിഥുന്റെ കല്യാണത്തെ കുറിച്ചാ ചിന്തിക്കുന്നേ. ശരിയാണ് മഞ്ജരി. ഇനി വിവാഹമോചനം വരെ അവര് കാത്തു നിൽക്കില്ല. നിന്റെയും മിഥുന്റെയും കല്യാണം ചേച്ചി ഉടനെ നടത്തും. ആന്റി വന്നേ, അരുണിമ ആന്റിയുടെ അടുത്ത് ചെന്ന് കല്യാണത്തിന്റെ എന്തെങ്കിലും ടോപ്പിക് എടുത്തിടാം. കമോൺ. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചാ അവരുടെ തലയിൽ ആവശ്യമില്ലാത്ത സംശയം കയറും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അരുന്ധതി വിളിക്കുന്നത് എന്തിനാവും? അരുന്ധതി ആന്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഭാര്യയായിട്ടുള്ള വരവാണെന്നല്ലേ അർത്ഥം. എടുത്തു നോക്ക്. ഹലോ ഹലോ പ്രേമതേ, സുഖാണോ? പരമ സുഖല്ലേ. അല്ല, നീ എന്താ ഇപ്പൊ എന്നെ വിളിച്ചത്? നമ്മുടെ മക്കളുടെ കാര്യം പറയാനാ. ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് എന്റെയും കൂടെ കടമയല്ലേ? ഒന്നും ഇതുവരെ ഉറച്ചിട്ടില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് എന്തിനാ ഈ ഓർമ്മപ്പെടുത്തലൊക്കെ? അത് ശരി തന്നെയാണല്ലോ. എന്നാലും നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോഴോ?
എന്തിനാ ഇപ്പൊ തന്നെ? ഫോണിൽ കൂടെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞാലേ നേരിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ പ്രിയംവദേ? ആ പറഞ്ഞതും കാര്യം തന്നെ. എന്നാ പിന്നെ ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. സാവകാശം കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. ശരി, എവിടെ വെച്ച് കാണുന്നുള്ള ലൊക്കേഷൻ അയച്ചുതരാം. അവിടെ വന്ന് കണ്ടാ മതി. ആയിക്കോട്ടെ പ്രേമവദേ, എന്നാ വെക്കുവാണേ. അതെന്തൊന്നു മമ്മി, അവളുടെ മുഖത്തിനിട്ട് നാലെണ്ണം കൊടുക്കുന്നത് പോലെ ശരിക്കും 4 വർത്താനം പറയേണ്ടതിന് അവരുടെ കുശലാന്വേഷണം നടത്തിക്കൊണ്ട് നിന്നാൽ എങ്ങനാ? അയ്യോ എന്റെ ശാലു, എല്ലാ പ്രശ്നങ്ങളും പൂരപ്പാട്ട് കൊണ്ട് പരിഹരിക്കാന്ന് കരുതല്ലേ മോളെ. ചിലതൊക്കെ താരാട്ടുപാടി താലോലിച്ച് നേടിയെടുക്കാനേ പറ്റൂ. മോളടങ്ങ്, ഞാനുണ്ടല്ലോ എല്ലാം നോക്കാനായിട്ട്. ഒന്ന് പോ മമ്മി, മമ്മിയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസം പോരാ. ആ പ്രിയംവദ നമ്മളോട് പറഞ്ഞത് വെറും വാക്കാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് 2-1 അറിയണം, അത്ര തന്നെ. ശരിയടി മോളെ, കാണാന്ന് പറഞ്ഞില്ലേ, ചെന്ന് കണ്ടിട്ട് വരട്ടെ. അവരൊരിക്കലും എടുക്കാൻ പാടില്ല. അടുത്താൽ അവളുടെ ദോഷത്തിന്റെ ഫലങ്ങൾ അവനിൽ പതിയും. അതുകൊണ്ട് തന്നെ മേഘന മിഥുന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. എന്താച്ചാ, എന്തോ ആലോചനയിലാണല്ലോ, എന്താ കാര്യം? വേറെ എന്തായിരിക്കും മേഘനെ? നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വല്ലാണ്ട് പരീക്ഷിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ പേടി തോന്നാ മോളെ. അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായിട്ടാ? എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുടുംബത്തിലെ മരുമോള് കുടുംബ വിളക്കാണെന്നാ പറയാറ്. വീട്ടിലെ നല്ലതും ചീത്തയുമെല്ലാം മുൻപിൽ നിന്ന് നോക്കി നടത്തേണ്ടവള്. നീ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ശരിയായി തന്നെ ചെയ്യുന്നുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ വീടിന്റെ വിളക്കായി തന്നെയാ നിൽക്കുന്നത്. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും ഈ വീടിന്റെ അന്തസ്സ് നിലനിർത്താനാണ് നീ പാടുപെടുന്നത്. എന്നിട്ടും അതൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. കുറ്റപ്പെടുത്തലുകൾ എനിക്ക് പുതിയതൊന്നും അല്ലല്ലോ അച്ഛാ. ഒന്ന് ഇരുണ്ട് വെളുക്കുമ്പോഴേക്ക് എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്നോ എന്നെ തോളെ കയറ്റി വെച്ചുകൊണ്ട് നടക്കണമെന്നോ ഞാനും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലല്ലോ. നീ ആഗ്രഹിക്കില്ല മോളെ, അതാണ് നിന്റെ വിശാല മനസ്സ്. ഇവരാരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും സാരമില്ലായിരുന്നു. നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കാതിരുന്നാ മതിയായിരുന്നു. അത് ഓർക്കുമ്പോഴാ എനിക്ക് സ്വസ്ഥതയില്ലാത്തത്. എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. എല്ലാവരുടെ ഉള്ളിലും നിന്നോടുള്ള വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്തിനേറെ അരുണിമയ്ക്കിട്ട് വട്ട് തെറ്റാനുള്ളൊരു പാവയാണ് നീ. കുറ്റം കണ്ടുപിടിക്കാനാണെ ഭൂതക്കണ്ണടിയായിട്ടിരിക്കുക അവള്. മിഥുനും അങ്ങനെ തന്നെയാ. നീ ചെയ്യുന്ന കാര്യങ്ങളിലെ നല്ലതിനെ അവഗണിച്ച് അതിലെ തെറ്റ് കണ്ടുപിടിക്കാനാണ് അവന്റെ ശ്രമം. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഇവരെയെല്ലാം ഇങ്ങനെ സഹിച്ചോണ്ട് എത്ര കാലമെന്ന് വെച്ചാൽ മോളെ നീ ഈ വീടിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിയെടുക്കാനും നമുക്കാവില്ല. അച്ഛൻ ഇക്കാര്യത്തെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് അച്ഛന്റെ ആരോഗ്യം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്. നടക്കാനുള്ളതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ അച്ഛാ. നടക്കാനുള്ളതൊക്കെ അതിന്റെ വഴിയെ നടന്നോളൂ എന്ന് കരുതിയാ ഇത്രയും കാലം ഞാനും മാറി നിന്നത് മേഘനെ. പക്ഷെ ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഈയിടെയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ജയദേവൻ എന്നോട് എല്ലാം പറഞ്ഞു മോളെ. നീ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് മിഥുനെ വേണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണെന്നും ഞങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം കണ്ടെത്താനാണെന്നും കരുതി നിന്നോട് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു മോളെ. പക്ഷേ നീ വിവാഹമോചനത്തിന് അപേക്ഷിച്ചതിന്റെ പ്രധാന കാരണം ജയദേവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. മിഥുന്റെ രക്ഷയെ ഓർത്ത് മാത്രമാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്ന് ഇപ്പൊ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മേ. അച്ഛമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അവർക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവും. മരുമകളായ അരുണിമ കയറി വന്ന സമയത്ത് എനിക്ക് അവളെ നല്ല വിശ്വാസമായിരുന്നു, അഭിമാനമായിരുന്നു അവളുടെ കാര്യത്തിൽ. നിന്നെ കണ്ട സമയത്തും എന്റെ മനസ്സിൽ അതേ തോന്നൽ തന്നെ ഉണ്ടായേ. ഇപ്പൊ നിന്നോടുള്ള വിശ്വാസവും അഭിമാനവും ഒക്കെ ഇരട്ടിയായിരിക്കുക. ലോകത്തുള്ളവരെല്ലാം തന്നെ നിന്നെപ്പോലെ ഇത്രയും കാര്യപ്രാപ്തിയുള്ളൊരു കുട്ടിയെ മരുമകളായി കിട്ടണമെന്ന് ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ ഉള്ളവരാരും മനസ്സിലാക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ നിന്റെ ഈ നന്മ നിറഞ്ഞ മനസ്സുണ്ടല്ലോ ഇവിടെ ആരും തന്നെ അർഹിക്കുന്നില്ല മോളെ. അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട അച്ഛമ്മേ.
എന്റെ മനസ്സെല്ലാവരും മനസ്സിലാക്കണമെന്ന് കരുതിയോ എന്റെ പ്രയത്നങ്ങളെ പ്രശംസിക്കണമെന്ന് കരുതിയോ ഞാനൊന്നും ചെയ്യാറില്ല. എന്നാലും മിഥുനേട്ടന് വരാനിരിക്കുന്ന ആപത്തുകളെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയാൽ മാത്രം മതി. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞാലും മനസ്സിലാക്കുന്ന മാനസികാവസ്ഥയിലല്ല ഇവിടെ ഇപ്പൊ ആരും. ഇതിനി ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. ഭാർഗവ പണിക്കരെ കണ്ടെത്തണം. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതായതിനു ശേഷം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞത്. അദ്ദേഹത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ, ഒരു വട്ടം വാ തുറന്ന് സത്യങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞ, ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്കെങ്കിലും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. ഭാർഗവ പണിക്കരെ കാണാതായതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. പക്ഷെ അത് എന്താന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ. പണിക്കർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ തീരൂ. അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. അതേ മമ്മി, ആ പ്രിയംവദനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട. അവര് ഭയങ്കര കൗശലക്കാരിയാ. നല്ല രീതിയിലൊന്നും അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മമ്മി. മമ്മിയുടെ വാഗ്ജാലം പുറത്തെടുത്തേ പറ്റൂ. ആ പ്രിയംവദ ഇവിടം വരെ വരുത്താൻ വേണ്ടിയാടി ഫോണിലൂടെ തേനൊലിപ്പിച്ച് ഞാൻ സംസാരിച്ചേ. ഇനി നീ കണ്ടോ, എന്റെ വാക്ചാതുര്യം കണ്ട് നീ തന്നെ അന്തം വിട്ടുപോകും. പ്രിയംവദേ, രണ്ടാളുണ്ടോ? നിങ്ങളെ കത്ത് നിൽക്കായിരുന്നു ഞാൻ. എന്ത് കാര്യത്തിനാ നീ ഇത്രയും തിടുക്കം കാണിക്കുന്നു? അയ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്റെ മോളുടെ നിന്റെ മോന്റെ കല്യാണം നമുക്കങ്ങ് ഉറപ്പിക്കണ്ടേ? പുല്ലും കാടിയും കൊടുത്തൊരുത്തനെ വീട്ടിൽ കാളെ പോലെ വളർത്തി വെച്ച് എന്റെ മോളെ കൊണ്ട് കെട്ടിക്കാന്ന് വാക്കും തന്ന് ഇപ്പൊ നീ അവന് വേറെ കന്നാലിയെ നോക്കി പന്തലൊരുക്കുന്നോ? നീ എന്തൊക്കെയാ പറയുന്നത് അരുന്ധതി? നീ ഒളിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഒന്നും പുറത്തു വരില്ലെന്ന് കരുതണ്ട. നിന്റെ പെണ്ണിനെ കെട്ടിക്കാൻ പോകുന്നിടത്ത് അവന്റെ അനിയത്തിയെ നിന്റെ മോന് പിടിച്ചു കൊടുക്കാൻ പോകുന്നെന്ന് കേട്ടല്ലോ. എന്റെ മോളെ കൊണ്ട് നിന്റെ മോനെ കെട്ടിച്ച് അവളെ അവിടുത്തെ റാണിയായി വാഴിക്കുമെന്ന് വാക്ക് തന്നിട്ട് ഇപ്പൊ അത് മാറ്റി പറയാൻ നോക്കുന്നോ? അങ്ങനെയാണെങ്കി ഇപ്പൊ എന്ത് ചെയ്യും നീ? എന്റെ മോളെ നീ ചതിക്കാൻ ശ്രമിച്ചാ നിന്റെ കുടുംബത്തിലെ അവസാന കല്ല് വരെ ഞാൻ ഇളക്കിയെടുക്കും. എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചാ ഉകില് സൃഷ്ടിച്ച് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുകച്ച് പുറത്തു ചാടിക്കും. എന്ത്? എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിക്കുമെന്നോ? ഞാനൊന്ന് ആഞ്ഞു ശ്രമിച്ചാ എന്റെ വീടിന്റെ പടി കടന്ന് നീ അകത്ത് കാല് ചവിട്ടില്ല. അത്രയ്ക്ക് എന്തിനാ? എന്റെ വീടിന്റെ പരിസരത്ത് നിന്റെ നിഴല് പോലും പതിക്കില്ല. എന്നിട്ട് ഏത് വകുപ്പിലാ എന്നെ നീ എന്റെ വീട്ടിൽ നാട്ടിപ്പായിക്കാൻ പോകുന്നത്? അതിനു മുൻപ് നിന്റെ സ്ഥാനം എവിടെ വരെയെന്ന് മനസ്സിലാക്കാൻ ആന്റി, വാട്ട് ഈസ് ദിസ്? അരുന്ധതി ആന്റി എന്തോ ഫ്രസ്ട്രേഷനിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ആന്റി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? അരുന്ധതി ആന്റി, പ്രിയവദ ആന്റി തന്ന വാക്കാരും ഇതുവരെ മറന്നിട്ടില്ല. വിവേകിന്റെ ശാലിനിയുടെ കല്യാണം മാത്രമേ നടക്കുള്ളൂ. പിന്നെന്തിനാ നിങ്ങള് വിവേകിന് വേറെ പെണ്ണിനെ നോക്കിയതൊക്കെ? ആ പെണ്ണിനെ കൊണ്ടാ വിവേകിനെ കെട്ടിക്കാൻ പോകുന്നത്രേ. വെറുതെയാണ് ആൾക്കാർ പറയുന്നേ. സഞ്ജനയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അപ്പൊ അവര് അവരുടെ കാര്യം ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. സഞ്ജനയുടെ കല്യാണം കഴിയുന്നവരെ ഞങ്ങള് മറുത്തൊന്നും പറയാനും പോയില്ല. ഒന്നും ഉറപ്പിച്ചിട്ടുമില്ല. നോക്കാന്ന് മാത്രമേ പ്രിയവദ ആന്റി പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. സത്യമായിട്ട് അത്രയൊക്കെയുള്ളോ? നിന്നാണേ സത്യം ശാലിനി. ആന്റി, സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞു കിട്ടിയ വിവേകിന്റെ കല്യാണത്തെ കുറിച്ച് നമുക്ക് സാവകാശം ചിന്തിക്കാം.
നമ്മൾ നമ്മുടെ ആസ്തിയും അന്തസ്സും ഒന്നും ചിന്തിക്കാതെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടി തയ്യാറായത്. പക്ഷെ ഇവര് നമ്മുടെ നല്ല മനസ്സ് പോലും മനസ്സിലാക്കാണ്ട് നമ്മളെ കുറിച്ച് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. അയ്യോ നീ ഒന്ന് മാറിയേ. പ്രിയമ്പതേ, ഇതിനൊക്കെ നീ എന്നോട് പിണങ്ങാൻ നിക്കാമോ? കേട്ടതൊക്കെ സത്യമാണെന്ന വിശ്വാസത്തിലാ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു പോയത്. അതൊക്കെ കാര്യമൊക്കെ നിക്കല്ലേ, കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ നമ്മള്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ ആന്റി. ഇനി ഒന്നും ഓർത്ത് പേടിക്കാണ്ടിരുന്നോ. സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞ കൈയോടെ വിവേകിന്റെ ശാലിനിയുടെയും കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതുപോരെ? ഇപ്പഴാ എന്റെ മനസ്സിനൊരു സമാധാനമായേ. എന്നാ ഞാൻ പോട്ടെ പ്രേമതേ. പോയിട്ട് വാ. പോയിട്ട് വരട്ടെ മോളെ. വാ. എന്താ മഞ്ജരി മാറണം? ആ അരുന്ധതി പറഞ്ഞ വാക്കുകൾക്ക് നാവ് പിഴുതെടുക്കേണ്ടതായിരുന്നു. അതിന് പകരം അവളെങ്ങനെ തണുപ്പിച്ച് പറഞ്ഞയച്ചത് എന്തിനാ? ആന്റി, ഇപ്പൊ ഇവരെ നമ്മൾ തോണ്ടാൻ പോയാലേ അതിന്റെ പേരിൽ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മേഘിനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ നമ്മളാണ് സൈൻ ചെയ്യിപ്പിച്ചെന്ന് അവളെങ്ങാനും വീട്ടിൽ വന്ന് പറഞ്ഞാലേ അത് മതി പുകിലുണ്ടാകാനായിട്ട്. നമ്മുടെ സകല പ്ലാനിങ്ങുകളും അവിടെ കൊണ്ട് തീരും. അതുകൊണ്ട് കുറച്ചു കാലം കൂടി സത്യം ഏതാ മിഥ്യ ഏതാന്നുള്ള കൺഫ്യൂഷനിൽ അവരെ കൊണ്ട് നിർത്തണം. എന്നിട്ട് സമയം നോക്കി അവരുടെ കാലുവാരി നിലത്തിടണം. അതുവരെ ആന്റി ഒന്ന് സഹിച്ചു പിടിച്ച് നിക്ക്. ജയദേവ, വഴിയിലോട്ട് കണ്ണുന്നിട്ട് ആരെയാട നോക്കി നിൽക്കുന്നേ? ഓ, ഞാൻ പറഞ്ഞില്ല അല്ലേ, മൈജിൻ ന്യൂസ് പേപ്പറിൽ നിന്ന് ആള് വരുന്നുണ്ട്. മിഥുൻ അവാർഡ് കിട്ടിയില്ലേ അമ്മേ, അതിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയാ അവരിങ്ങോട്ട് വരുന്നത്. അതെയോ? ഒത്തിരി സന്തോഷം മോനെ. ജയേട്ടാ, ന്യൂസ് പേപ്പറുകാർ വന്നു ഏട്ടാ. ഇതുവരെ എത്തില്ലായിരുന്നു മേ. ഹായ് മോം. ഹായ് ഡാഡ്. മോനെ മിഥുനെ, നീ റെഡിയാണല്ലോ അല്ലേ? ഐ എം റെഡി മോം. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നടാ. ടർക്കിന്ന് കിട്ടിയ അവാർഡ് നിന്റെ പേരും പ്രശസ്തിയും ഒരു പടി കൂടി ഉയർത്തിയിരിക്കുക. ആ പേരും പറഞ്ഞുകൊണ്ട് എത്ര മീഡിയക്കാരാണെന്നറിയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട മീഡിയ ആയതുകൊണ്ടാ ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സോ ഇന്റർവ്യൂവിൽ ഓരോ ചോദ്യത്തിനും സൂക്ഷിച്ചും കണ്ടും വേണം മറുപടി പറയാൻ. ശരി മോം. ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. മിഥുനെ കാണാൻ കുറച്ച് മീഡിയക്കാരൊക്കെ വരുന്നുണ്ട്, ടർക്കിയിൽ കിട്ടിയ അവാർഡിന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. എന്നിട്ട് ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ മിഥുൻ. അവര് സഡൻ ആയിട്ട് മോമിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുകയായിരുന്നു. വാട്ടെവർ, ഐ ആം റിയലി ഫീലിംഗ് വെരി ഹാപ്പി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം മിഥുൻ സാർ. ഞങ്ങൾ മൈജീനി മീഡിയയിൽ നിന്നാണ് വരുന്നേ. ഇന്റർവ്യൂ തുടങ്ങിയാലോ നമുക്ക്? യാ ഷുവർ. സാറെന്താ ഒറ്റയ്ക്കിരുന്നേ? സാറിന്റെ ഭാര്യയും കൂടി വിളിക്കേ. ടർക്കിയിലെ അവാർഡ് കിട്ടാൻ പ്രധാന കാരണം സാറിന്റെ ഭാര്യ തന്നെയാണല്ലോ. ലൈവായിട്ട് ഞങ്ങളെല്ലാം കണ്ടത്.